വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ്. അർച്ചനയുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. അർച്ചന, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. വയനാട്ടിലും ചൂരൽമലയിലും ദുരന്തമുണ്ടായ കാലം മുതൽ നമ്മൾ സംസാരിച്ചു തുടങ്ങിയതാണ് വയനാട്ടിലെയും പുനരധിവാസത്തെക്കുറിച്ച്. ഹൈക്കോടതി ഇത് സംബന്ധിച്ച് സ്വമേധയാ കേസെടുത്തിരുന്നു. കേന്ദ്ര സർക്കാരിനോട് പുനരധിവാസത്തിനായി നമുക്ക് സാമ്പത്തിക സഹായം നൽകാനൊക്കെ ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വാദങ്ങളൊക്കെ ഹൈക്കോടതിയിൽ നടന്നു വരുന്നു. ഏറ്റവും ഒടുവിലായി സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് എത്ര കോടി രൂപയാണ്, എത്ര തുകയാണ് വയനാടിനായി ചെലവഴിച്ചത്, ഇനി എത്രയാണ് ആ ഫണ്ടിൽ ബാക്കി നീക്കിയിരിപ്പുള്ളത്, അതിൽ നിന്ന് എത്ര തുക വയനാടിന് വേണ്ടി ചിലവഴിക്കാൻ കഴിയും? ഈ 3 ചോദ്യങ്ങളാണ് പ്രധാനമായും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും അവസാനമായി ഉണ്ടായത്. ഇതിൽ കൃത്യമായ കണക്ക് നൽകാൻ സമയം ആവശ്യപ്പെട്ടിരുന്നു സംസ്ഥാന സർക്കാർ. ഇന്ന് ആ കണക്ക് കൃത്യമായി തന്നെ നൽകുമല്ലേ? തീർച്ചയായും വിനിഷ, അത് തന്നെയാണ് ആ സർക്കാരിൻ്റെ നിലപാട്. കാരണം നേരത്തെ തന്നെ റവന്യൂ മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. അതായത് കൃത്യമായ കണക്ക് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടുമായി ബന്ധപ്പെട്ട കൃത്യമായ ഫണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലുണ്ട്. ഇത് വിശദമായി തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ദുരന്ത നിവാരണ ഫണ്ടുമായി ബന്ധപ്പെട്ട് എത്ര നീക്കിയിരിപ്പുണ്ട്, അല്ലെങ്കിൽ എത്ര തുക ഇനി ചിലവഴിക്കാൻ കഴിയുമെന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് പ്രധാനമായും ഹൈക്കോടതിയെ ധരിപ്പിക്കും. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് നൽകാനാണ് കോടതി പറഞ്ഞിരുന്നത്. ഇതിന് ശേഷമായിരിക്കും എങ്ങനെയാണ് ഈ വയനാടിന് പ്രത്യേക സഹായം നൽകേണ്ടതെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുക എന്നാണ് ഹൈക്കോടതി ആ സമയങ്ങളിൽ ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും കേന്ദ്ര അവഗണന തുടരുന്നതിനിടെയാണ് ഇന്ന് ഹൈക്കോടതി സ്വമേധയെടുത്ത കേസ് വീണ്ടും പരിഗണിക്കുന്നത്. കേന്ദ്രം എങ്ങനെയൊക്കെ ഈ ഫണ്ട് തടയാമെന്ന് സാധ്യതകൾ നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ കൃത്യമായ കണക്ക് ബോധ്യപ്പെടുത്താൻ ഹൈക്കോടതി സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നത്. ഈ കണക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മുന്നോട്ടുള്ള നടപടികൾ ഉണ്ടാവുക. എന്തായാലും നേരത്തെ തന്നെ ഈ ദുരന്ത നിവാരണ ഫണ്ടുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കിയതാണ്. അതായത് ദുരന്ത നിവാരണ ഫണ്ട് വിനിയോഗിക്കുന്നതിൽ ഒരു പരിമിതിയുണ്ട്. ഇതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ച് അത് സംസ്ഥാനത്തിൽ മറ്റ് ദുരന്തങ്ങൾ ഉണ്ടായാൽ ചിലവഴിക്കാനുള്ള തുകയാണ്. ഏകദേശം ഒരു വർഷം 700 കോടിയോളം ഇത്തരത്തിൽ ചിലവ് സംസ്ഥാന സർക്കാരിന് വരുന്നുണ്ട്. ഇതിൽ നിന്നാണ് ഇത്തരത്തിൽ ഫണ്ട് വിനിയോഗിക്കാറ്. അത് വയനാട്ടിലേക്കും കൊടുക്കണമെന്നാണ് ഇപ്പോൾ കേന്ദ്ര നിലപാടായി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ദേശീയ തലത്തിൽ യാതൊരു തരത്തിലുള്ള സഹായവും തങ്ങൾ തരാൻ തയ്യാറല്ല എന്നൊരു വ്യക്തമാക്കുന്നതാണ് അവരുടെ മറുപടി. കാരണം ഇത്തരത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും ഫണ്ട് വിനിയോഗിക്കണമെന്ന് പറയുമ്പോൾ ഇത്രയും വലിയ, അതായത് അത്രയും വ്യാപ്തിയുള്ളൊരു ദുരന്തം നടന്ന വയനാടിന് വേണ്ടി കേന്ദ്രം എന്ത് ചെയ്തു എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയായി നിൽക്കുകയാണ്. അതുതന്നെയാണ് വലിയൊരു വിമർശനമായി കേന്ദ്ര സർക്കാരിനെതിരെ ഉയരുന്നതും. എന്തായാലും ഇന്ന് ആ കാര്യത്തിൽ വ്യക്തത വരുത്താൻ തന്നെയാണ് തീരുമാനം. അത് സംസ്ഥാന സർക്കാർ കൃത്യമായ കണക്ക് ബോധിപ്പിക്കും. ഇനി എത്രയൊക്കെ തുക വിവിധ തലങ്ങളിൽ ഈ ദുരന്ത നിവാരണ ഫണ്ടുമായി ബന്ധപ്പെട്ട് വിനിയോഗിക്കാനുണ്ടെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും കോടതി ധരിപ്പിക്കുക. മാത്രമല്ല നേരത്തെ അമിക്കസ് ക്യൂറി ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിച്ചതാണ്. ഈ ഫണ്ട് വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് സംസ്ഥാനത്തിന് അവകാശപ്പെട്ട ഫണ്ടാണത്. അത് ഇത്തരത്തിൽ ദുരന്തങ്ങൾ സംഭവിച്ചാൽ വിനിയോഗിക്കേണ്ട ഫണ്ടാണ്. അത് വയനാടിന് ഇത്രയും വലിയ വ്യാപ്തിയുള്ള അസാധാരണമായൊരു സംഭവം ഉണ്ടായിട്ട് അവിടെ കേന്ദ്രം ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഈ ഫണ്ട് കൂടി അതിലേക്ക് ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത്. അത്തരത്തിൽ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ നിരന്തരമായി ആവശ്യപ്പെടുന്നത്. ഇതിൻ്റെ മെമ്മോറാണ്ടം അടക്കം തുടക്കഘട്ടത്തിൽ തന്നെ സമർപ്പിച്ചതാണ്. എന്നാൽ അംശ അടക്കമുള്ള BJP നേതാക്കൾ വ്യക്തമാക്കിയത് ഇത്തരത്തിൽ മെമ്മോറാണ്ടം സമർപ്പിക്കാത്തത് കൊണ്ടാണ് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഫണ്ട് ഇത്തരത്തിൽ വൈകുന്നതിന് കാരണമെന്നാണ്. എന്നാൽ ഈ തെറ്റായ വ്യാഖ്യാനത്തെ അമിക്കസ് ക്യൂറി കോടതിയിൽ കഴിഞ്ഞ ദിവസം തുറന്നു കാണിക്കുകയും ചെയ്തിരുന്നു. അതായത് ഇതൊരു തെറ്റായ പരാമർശമാണ് ഇത്തരത്തിൽ അമിത് ഷാ നടത്തിയതെന്ന് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. അതിന് കൃത്യമായ തെളിവുകളുണ്ട്. കാരണം മെമ്മോറാണ്ടം ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് ഈ ദുരന്തം നടന്ന പ്രധാനമന്ത്രി സന്ദർശിച്ച അടുത്ത ദിവസം തന്നെ ഇത്തരത്തിൽ വിശദമായ ഒരു മെമ്മോറാണ്ടം സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് നൽകിയതാണ്. അതിനുശേഷം പിന്നീട് ആ മെമ്മോറാണ്ടം പോരാ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഒരു മെമ്മോറാണ്ടം, അതായത് കൃത്യമായ കണക്ക് വെച്ചൊരു മെമ്മോറാണ്ടം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. 2219 രൂപയാണ് ഇത്തരത്തിൽ വയനാടിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കൃത്യമായ അവഗണന മറ്റ് സംസ്ഥാനങ്ങളോടൊന്നും കാണിക്കുന്ന ഒരു രീതിയല്ല കേരളത്തോട് കാണിക്കുന്നതെന്ന് നമ്മൾ സമീപകാലങ്ങളിൽ നടത്തിയ ഇത്തരത്തിൽ ഫണ്ട് വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് കണക്കുകൾ വ്യക്തമാണ്. അത്തരത്തിൽ കേരളത്തോട് പൂർണ്ണമായും അവഗണന തുടരുന്ന കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങളാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നത്. അതെന്തായാലും ഇന്ന് കോടതി
കേസ് പ്രത്യേക എടുത്ത കേസ് എന്തായാലും പരിഗണിക്കുമ്പോൾ എന്തായാലും അതിലൊരു വ്യക്തത വരും. എന്തായാലും കേന്ദ്രം എത്ര തുക അനുവദിക്കണമെന്ന കാര്യത്തിൽ അടക്കമായിരിക്കും ഇന്നെന്തായാലും ഹൈക്കോടതി നിർദ്ദേശം നൽകുക. അതിൽ പ്രധാനപ്പെട്ട കണക്കാണ് SDRF. ആ ഫണ്ട് കേരളവുമായി ബന്ധപ്പെട്ട്, അതായത് കേരളത്തിൽ എത്ര തുക ഇത്തരത്തിൽ നീക്കിയിരിപ്പുണ്ട്, അത് എത്ര വിനിയോഗിക്കാൻ കഴിയും എന്നടക്കമുള്ള കാര്യങ്ങളാണെന്ന് പ്രധാനമായും സംസ്ഥാന സർക്കാർ കോടതിയെ ധരിപ്പിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് അടുത്ത, അതായത് മുന്നോട്ടുള്ള കണക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോടതി എന്തായാലും വ്യക്തത വരുത്തുക. അതുകൊണ്ട് തന്നെ ഇന്ന് ഏറെ നിർണായകമാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ചും കേന്ദ്രത്തെ സംബന്ധിച്ചും ഇന്ന് ഏറെ നിർണായകമാണ്. കൃത്യമായ കണക്കുകൾ സംസ്ഥാന സർക്കാർ ഇന്ന് കോടതിയെ ധരിപ്പിക്കും. അതിനുശേഷം ഒരു നടപടിയിലേക്ക് കടക്കാനാണ് ഹൈക്കോടതിയുടെ തീരുമാനം. നിഷ. ശരി, അർച്ചന വിനോദാണ് സമഗ്രമായി തന്നെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പങ്കുവച്ചത്.